ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിസ്മയ മോഹൻലാൽ നായികയായി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് മികച്ച അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് തുടക്കം. ചിത്രം ആദ്യ ചൊവ്വാഴ്ച കൂടിയ 5-ാമത്തെ ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. സിനിമയുടെ 4 ദിവസത്തെ ഏറ്റവും പുതിയ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം കേരളത്തിൽ 4 ദിവസം കൊണ്ട് 12 കോടി 10 ലക്ഷം രൂപയും കർണാടകയിൽ 93 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. തമിഴ്നാട്ടിൽ 27 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 54 ലക്ഷം ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി 13 കോടി 84 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് $1.24 മില്യൺ, അതായത് 11 കോടി 83 ലക്ഷം രൂപയാണ് 4 ദിവസം കൊണ്ട് നേടിയെടുത്തത്. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസായി 4 ദിവസം കൊണ്ട് 25 കോടി 67 ലക്ഷം രൂപയാണ് സിനിമ സ്വന്തമാക്കിയത്. ഇനി 5-ാം ദിവസം എന്ന ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 1 കോടി 75 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 5 ദിവസം കൊണ്ട് 13 കോടി 85 ലക്ഷം റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് 28.5-29 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. അരുൺ മാതേശ്വരൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് DC. ലോകേഷ് കനകരാജ്, വാമിക ഗബ്ബി, സഞ്ജന കൃഷ്ണമൂർത്തി എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഈ സിനിമ തമിഴ്നാടിനെ മറികടന്നുകൊണ്ടുള്ള ഡെയിലി കളക്ഷൻ റിപ്പോർട്ടാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തമിഴ്നാട്ടിൽ 1 കോടി 65 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തതെങ്കിൽ കേരളത്തിൽ ഈ സിനിമ കളക്ട് ചെയ്തത് 1 കോടി 90 ലക്ഷം രൂപയായിരുന്നു. കേരളത്തിൽ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ 6 കോടി 30 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ആദ്യ 4 ദിവസം കൊണ്ട് 9 കോടി 25 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. വേൾഡ് വൈഡ് ഗ്രോസായി ആദ്യ 4 ദിവസം കൊണ്ട് സിനിമ കളക്ട് ചെയ്തത് 44 കോടി രൂപയുമായിരുന്നു. എന്നാൽ 4 ദിവസത്തെ വീഴ്ചയിൽ 50 കോടി പോസ്റ്ററും പുറത്തു വന്നിട്ടുണ്ട്. ഇനി 5-ാം ദിവസം കൂടിയാന്ന് ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 1 കോടി 70 ലക്ഷം റേഞ്ചിലും തമിഴ്നാട്ടിൽ 1 കോടി 50 ലക്ഷം റേഞ്ചിലുമാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സിനിമയുടെ 5 ദിവസത്തെ കേരള കളക്ഷൻ 8 കോടി റേഞ്ചിലും തമിഴ്നാട് കളക്ഷൻ 10 കോടി 75 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. സിനിമയുടെ 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 52 കോടിക്ക് മുകളിലുമാണ്. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ഓ മൈ ഡോഗ്. അമിത് റായി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പങ്കജ് ത്രിപാഠി, പവൻ മൽഹോത്ര എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമ 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഇന്ത്യയിൽ കളക്ട് ചെയ്തത് 35 ലക്ഷം രൂപയാണ്. അങ്ങനെ 4 ദിവസം കൊണ്ട് 4 കോടി 58 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. 2 കോടി 17 ലക്ഷം രൂപ ഷെയറായി കിട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തെലുങ്ക് സിനിമയാണ് കൊറിയൻ കനകരാജു. ചിത്രം തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്തിട്ടുള്ളത് മിർലാപക ഗാന്ധി ആണ്. ചിത്രത്തിൽ വരുൺ തേജ, നാനി, സുനിൽ, ഋതിക നായക്, VTV ഗണേഷ് എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ തെലങ്കാനയിൽ 4 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 8 കോടി 83 ലക്ഷം രൂപയും ആന്ധ്രയിൽ കളക്ട് ചെയ്തത് 7 കോടി 95 ലക്ഷം രൂപയുമായിരുന്നു. അങ്ങനെ തെലുങ്ക് കളക്ഷനായി 16 കോടി 78 ലക്ഷം രൂപയാണ് 4 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത്. കർണാടകയിൽ 2 കോടി 2 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 29 ലക്ഷം ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി 19 കോടി 9 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് 4 കോടി 43 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 23 കോടി 52 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഓണർ റിലീസായി ഈ മാസം, അതായത് ഓഗസ്റ്റ് 24 തിയേറ്ററെത്തുന്ന സിനിമയാണ് ടോക്സിക്. ക്യാഷ് പ്രധാന താരമായി ഗീതു മോഹൻ ദാസ് സംവിധാനം ചെയ്ത് പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററെത്തുന്ന ഈ സിനിമയുടെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ സംബന്ധമായ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമ കേരളത്തിൽ വിതരണം ചെയ്യുന്നത് പനോരമ സ്റ്റുഡിയോസ് ആണ്. ഓണർ റിലീസായി ഓഗസ്റ്റ് 20 തിയേറ്ററെത്തുന്ന സിനിമയാണ് ഖലീഫ. പൃഥ്വിരാജ് നായകനായി മോഹൻലാൽ കാമിയോ റോളിലും എത്തുന്ന ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വൈശാഖാണ്. ജിനു എബ്രഹാം തിരക്കഥ എഴുതിയ ഈ സിനിമയിൽ കൃതി ഷെട്ടി, ഇന്ദ്രൻസ്, രജീഷ വിജയൻ, മാളവിക ശർമ്മ, സഞ്ജു ശിവറാം എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമയുടെ ഫാൻ ഷോ അഡ്വാൻസ് ബുക്കിംഗ് നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളം, കവിത ഉൾപ്പെടെ കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ വിവിധ തിയേറ്ററുകളിലാണ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുള്ളത്. സൂര്യനായകനായി വെങ്കി അല്ലൂരി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കുന്ന തമിഴ് സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. ചിത്രം തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് വെങ്കി അല്ലൂരി, KN വിജയകുമാർ എന്നിങ്ങനെയാണ്. മമിത ബൈജു, രാധിക ശരത് കുമാർ, യോഗി ബാബു, രബീന ടണ്ടൻ, നാസർ, കാളി വെങ്കട്ട്, കല്യാണി നടരാജൻ, ജോർജ് മരിയൻ എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. GV പ്രകാശ് കുമാർ സംഗീത സംവിധാനം ചെയ്ത ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് നിമിഷ് രവിയാണ്. എഡിറ്റിംഗ് ജോലികൾ നിർവഹിച്ചിട്ടുള്ളത് നവീൻ നൂലിയാണ്. സിനിമയുടെ വിദേശ അഡ്വാൻസ് ബുക്കിംഗ് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. തമിഴ്നാട് അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് വൈകിട്ടോടെയാണ് തുടങ്ങിയത്. തമിഴ്നാട് പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലുള്ള അപ്ഡേറ്റ് പ്രകാരം 63 ലക്ഷം രൂപ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 2 കോടി 67 ലക്ഷം രൂപയിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.